ഹലോ, അപ്പം നമ്മളൊരു ഈസി ആയിട്ടുള്ള കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിയണം. അപ്പോൾ ഉള്ളി നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമ്മൾ ആവശ്യമുള്ള മുട്ടൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ നൈസായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ അത് കോരി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല അതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. കുറച്ച് കഴിഞ്ഞ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈര് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആ മസാലയ്ക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. വിസിൽ ഊരിയിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.